നമ്മുടെ കാലം മാറിപ്പോയി. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ടൊരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ? ഇന്ന് ജോഗ്രഫി ഈസ് ഹിസ്റ്ററി എന്നാണ് പറയുക. നമ്മൾ എവിടെ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നു ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാട്ടിൽ നിന്ന് വലിയ പഠനമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബാംഗ്ലൂരിലെത്തുന്നു, സ്ട്രഗിൾ ചെയ്യുന്നു. പിന്നീട് സ്വന്തമായി ഒരു IT കമ്പനി തുടങ്ങുന്നു. വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വളരെ കുറവാണ്. എന്നാൽ അദ്ദേഹം ഇന്ന് എത്തി നിൽക്കുന്നത് US-ലാണ്. അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ നാട്ടിൽ നിരവധി പേർക്ക് ജോലി കൊടുക്കുന്നു. ഷെരീഫ് കണ്ണൂരുകാരനാണ്. മലബാറുകാർ കഠിനാധ്വാനികളാണ്, നന്മയുള്ളവരാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമാ കഥ പോലെ തോന്നാം നമുക്ക്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പ്രണയം പൂണിയ എന്നൊക്കെ പറഞ്ഞാൽ അതും നമ്മുടെ ഇന്നത്തെ കാലത്ത് വേറൊരു മതസ്ഥയായ ഒരു പെൺകുട്ടി. പക്ഷെ അദ്ദേഹം ഒളിച്ചോടുകയായിരുന്നില്ല, എവിടെയും വിളിച്ചുകൊണ്ട് ഓടിപ്പോയില്ല. ഇത് 2 പാരൻസിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ കല്യാണം കഴിച്ച് അമേരിക്കയിൽ സെറ്റിൽഡായി ജീവിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് അലൂമിനിയം ഫാബ്രിക്കേഷനാണ്. ഹോട്ടലിലെ സപ്ലയർ ആയിരുന്നു. പക്ഷേ ഡാറ്റ എൻട്രി ഒരു സ്ഥാപനത്തിൽ കിട്ടിയ ജോലി അവിടെ ചെന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മമേഖല കണ്ടെത്തി എന്നുള്ളതാണ്. ഈഗിൾ കോച്ചിങ്ങിൽ ഞാൻ പറയുന്നൊരു വാചകമുണ്ട്, ഇറ്റ് ഈസ് ബെറ്റർ ടു ബി വേൾഡ് ക്ലാസ് അറ്റ് ഫ്യൂ തിങ്സ് ആൻഡ് മീഡിയോക്കർ അറ്റ് മെനി തിങ്സ്. നമുക്ക് കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്ന് പറയുന്നതിനേക്കാളും നല്ലതാണ് വളരെ കുറച്ച് കാര്യങ്ങൾ അത് ഭംഗിയായി ചെയ്യാൻ അറിയാമെന്ന് പറയുന്നത്. അതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഷെരീഫ്. അദ്ദേഹം ഒരു കർമ്മമേഖല കണ്ടെത്തി, ഡിസൈനിങ്. അതിൽ വളരെ ഫോക്കസ് ചെയ്ത് നമ്മൾ എലിമിനേഷൻ എന്ന് പറയും, നമുക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല കസ്റ്റമറുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ മതി. ഏതർ പോലെ നല്ല മികച്ച ബ്രാൻഡുകളുമായാണ് അദ്ദേഹം വന്നത്. അതുകൊണ്ട് തന്നെ ഒരു വേൾഡ് ക്ലാസ് കമ്പനി അദ്ദേഹത്തിന് ബിൽഡ് ചെയ്യാൻ പറ്റി. തീർന്നില്ല, വർക്ക് ഫ്രം ഹോം. ആലോചിക്കുക, നമ്മളെ റെൻറ്റ്, ഓഫീസ്, ഫർണിഷിങ്, ഇതൊന്നുമില്ല. ലോകത്തിൻ്റെ പല ഭാഗത്തായിരുന്ന് 25 പേരിരുന്ന് വർക്ക് ചെയ്യുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ബ്രാൻഡുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു.